ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. കൃത്യമായി പറഞ്ഞാൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 7 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. എലിവേഷൻ നിങ്ങൾ കണ്ടതാണ്. ഒന്നുകൂടെ കണ്ടിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടി നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലുലു മാളിന്റെ അങ്ങോട്ടേക്കൊക്കെ പോവുകയാണെങ്കിൽ 15 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിൽ 13 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താം. വെറും 18 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എത്താവുന്നതാണ്. ഈ വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വഴി നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ്. 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വിട്ടിട്ടിട്ടാണ് വഴി ചെയ്തിരിക്കുന്നത്. നിറയെ വില്ലകളൊക്കെ ഉള്ള ഏരിയയാണ്. നമുക്ക് അടുത്തടുത്തൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളിൽ ആളുകൾ താമസമുള്ള ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീടും പണിതിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു മതിലാണ് ഡിസൈൻ വെച്ച് നോക്കുവാണെങ്കിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ പില്ലറുകളിൽ വന്നിട്ട് കുറച്ച് പ്രൊജക്ഷൻ വന്നിട്ട് കളർഫുൾ ആയിട്ടുള്ള പെയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. മതിലില് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ സാധാരണ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് 2 മെയിൻ ലൈറ്റ് വരാറ്. കുറച്ച് വ്യത്യസ്തമായിട്ട് മിഡിൽ പോർഷനിലായിട്ടാണ് 2 ലാമ്പ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ വളരെ ഭംഗിയായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് വൈറ്റ് കളറാണ് ബേസ് കോട്ട് വരുന്നത്. അതുകൂടാതെ കുറച്ച് ടെക്സ്റ്റൈൽ വർക്കുകൾ വരുന്നുണ്ട് ഗ്രേ ഷെയ്ഡിൽ. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ആ ഒരു ഗേറ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിറയെ അഴികളുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 സൈഡ് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ആണ് പോയിരിക്കുന്നത്. ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഒരു സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് കണ്ടാൽ ഒരു 4 സെന്റ് ആണോ എന്ന് ഡൗട്ട് തോന്നിപ്പോകും. കാരണം നല്ല ലാവിഷ് ആയിട്ടുള്ള സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കിവിടെ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാറുകൾ, നല്ല വലിയ കാറുകൾ തന്നെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ മുറ്റത്ത് കിട്ടുന്നുണ്ട്. മുറ്റം നിറയെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാറുകൾ ഈ 2 ഭാഗത്തായിട്ട് സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാം. അതുകൂടാതെ 2 വീലേഴ്സ് വെക്കാനായിട്ട് നമുക്ക് ധാരാളം സ്ഥലം വേറെയും കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് കയറിയിട്ട് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ്. അതിലൂടെ നമ്മൾ നേരെ നടന്നു പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലൊക്കെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാസും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയുടെ സ്ട്രെയിറ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടെയും ഭംഗിയായിട്ട് ഒരു ഏരിയ കെട്ടിയുണ്ടാക്കിയിട്ട് ചെറിയൊരു ബാംബു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ചെറിയ പ്ലാന്റ്സും വെച്ച് ഗ്രാസുമാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരെ റൈറ്റ് സൈഡിലൂടെ വീടിന്റെ ബാക്കിലേക്ക് പോകുവാണെങ്കിൽ കാണാം ബേബി മെറ്റൽ വിരിച്ചിട്ടുണ്ട്. കുറച്ച് പോർഷൻ വരെ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് സ്റ്റോൺസുമാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു കൺജൻഷനും ഇല്ല. നല്ല രീതിയിൽ ആളുകൾക്ക് കടന്നു പോകാനുള്ള നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വെള്ളത്തിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ ഒരു കിണർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ആഴമുള്ള കിണറാണ്. ഇവിടുത്തെ മണ്ണ് നോക്കുവാണെങ്കിൽ റെഡ് സോയിൽ ആയതുകൊണ്ട് തന്നെ നല്ല ഡ്രിങ്കിങ് വാട്ടർ ആണ് നമുക്ക് കിട്ടുന്നത്. മറ്റൊരു ഓപ്ഷനായിട്ട് KW കൂടെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് വീടിന്റെ ഫ്രണ്ടിലേക്കാണ്. നമ്മളിപ്പോ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലൂടെയാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. 2 സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഫുഡ് സ്റ്റെപ്പ് വെക്കാൻ ഇതുപോലെ ചെറിയ സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. അതുകൂടാതെ നല്ല രീതിയിൽ വിഡ്ത് ഇട്ടിട്ടാണ് വീടിന്റെ 2 സൈഡും ചെയ്തിരിക്കുന്നത്. ഈ 2 സൈഡിലൂടെ നമ്മളിപ്പോ നടന്ന് വീണ്ടും വീടിന്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞത്.
വീടിന്റെ ഈ ഒരു ഏരിയ സിറ്റ് ഔട്ടിന്റെ ബാക്കിൽ കാണുന്ന വോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഗ്രേ കളറിലുള്ള ഭംഗിയായിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകൾ നമ്മൾ കാണാറുണ്ടെങ്കിൽ പോലും വളരെ ഭംഗിയുള്ള ഡിസൈനിലാണ് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു മെയിൻ ആയിട്ട് ഗ്രേ കളറും വൈറ്റും കൂടിയ കോമ്പിനേഷനിലാണ് വീട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പിലൊക്കെ നല്ല ഗ്രേ കളറുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ നോക്കിയാലും കാണാം രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ മഹാഗണിയിലാണ് തീർത്തിരിക്കുന്നത്. കട്ടില വന്നിട്ട് ആഞ്ഞിലിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡോറിന്റെ കളർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് ഗ്രേ കളർ നല്ല ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം വന്നിട്ട് നോർത്ത് വെസ്റ്റ് ആയിട്ടാണ് വരുന്നത്. വടക്ക് പടിഞ്ഞാറായിട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഈ മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം ചെറിയ ഡിസൈനുകൾ വരുന്നുണ്ട്. GA പൈപ്പ് കൊണ്ട് ലാഡർ ഷേപ്പിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 3-4 LED ബൾബുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ ഫ്ലോർ നോക്കിക്കോളൂ. നേരെ നമുക്ക് ഈ ഒരു പാസേജ് പോലെ കാണുന്ന ഭാഗത്തെല്ലാം തന്നെ വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് ഗ്രേ കളറിലുള്ള നീളത്തിലുള്ള ടൈലുമാണ് വിരിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മെയിൻ ഡോർ ആ ഭാഗത്താണ്. അതിനടുത്തായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതിന്റെയും കളർ സെയിം ഗ്രേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വിൻഡോ വന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വീടിനകത്തേക്ക് വെളിച്ചം വരുന്നുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ മോളിൽ നമുക്ക് ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഷാൻലിയർ കാണാം. നിറയെ സ്പോട്ട് ലൈറ്റുകൾ ഇട്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗമാണ് നമുക്ക് TV യൂണിറ്റിനായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. പ്ലഗ് പോയിന്റ് കാര്യങ്ങൾ കേബിൾ എല്ലാം അവിടെയാണ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് നമുക്കൊരു കബോർഡും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കേബിള് വയേഴ്സ് എല്ലാം നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലിവിംഗിൽ നിന്ന് തന്നെ ലിവിംഗിന്റെ ഡൈനിങ്ങിന്റെ മിഡിലായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വോൾ നിങ്ങൾ നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ലൈറ്റ് ബ്ലൂ ഷെയ്ഡുള്ള ഒരു വർക്കാണ് ഈ കാണുന്ന വോളിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിൽ നമുക്ക് 4 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ലിവിംഗിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേണും കളറൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. 13-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസും ഇവിടെ ഒരു സിംഗിൾ വിൻഡോയും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു സൈഡ് ടേബിൾ കൂടി കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ വർക്കുകളൊന്നും വന്നിട്ടില്ല. വെരി സിമ്പിൾ ആയിട്ടാണ് റൂഫ് വരുന്നത്. അത്യാവശ്യത്തിന് മാത്രം 4-5 വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്താണ്. ഗ്രേ കളറാണ് അതിന്റെ ഔട്ടർ ബോർഡർ വരുന്നത്. അകത്ത് വരുന്ന ഡോറ് പോർഷൻസ് എല്ലാം തന്നെ വുഡൻ കളറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിന്റെ സ്പേസിന് എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഡോറ് തുറന്ന് പുറത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയ കമ്പനിയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ബെഡ്റൂമിനകത്ത് അവിടെ ഒരു സൈഡ് ടേബിൾ പോലുള്ള പോർഷൻ ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ആയിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്യാനുള്ളത്. അവിടെ ഇനി ഒരു മിറർ വരാനുള്ള വർക്കും കൂടിയാണ് ഇവിടെ പെൻഡിങ് ആയിട്ടുള്ളത്. ഇവിടുത്തെ ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നേരെ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്കാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വുഡൻ ബേസ്ഡ് ആയിട്ട് ചെയ്തിട്ട് അകത്തെല്ലാം GA പൈപ്പ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. സ്റ്റെപ്സ് ഒക്കെ വന്നിട്ട് ആ ഒരു ഗ്രേ കളർ ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ മുകളിലെത്തുന്ന ഭാഗത്ത് നല്ലൊരു ജാളി വർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നിട്ട് നേരെ വരുമ്പോൾ എന്റെ റൈറ്റ് സൈഡ് ഞാനൊരു വോള് പറഞ്ഞിരുന്നു. ഭംഗിയായിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയായിട്ടാണ് നമുക്ക് വാഷ് ബേസിനും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വീടിന്റെ കളറിന് മാച്ച് ആയിട്ട് തന്നെ ഗ്രേ കളറിലുള്ള ഒരു വാഷ് ബേസിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് അത് വെച്ചിരിക്കുന്നത്. അതിന്റെ താഴെ നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മുകളിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു മിററുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് തൊട്ടടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ക്രോക്കറി ഷെൽഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വലിയൊരു ക്രോക്കറി ഷെൽഫ് തന്നെയാണ്. മുകളിലും താഴെയും ഒക്കെ നിറയെ കബോർഡുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ഇതിനകത്തൊക്കെ LED സ്ട്രിപ്പുകൾ നിങ്ങൾക്ക് കാണാം, മുകളിലും സൈഡിലും. ഇതിന്റെ ഏറ്റവും താഴെ വരുന്ന ആ ഒരു നമ്മുടെ ഏറ്റവും താഴെ വരുന്ന ഫ്ലോറിന്റെ പൊസിഷനിൽ വരെ ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ധാരാളം സാധനങ്ങൾ വെക്കാനൊക്കെ ആയിട്ട് ഒരുപാട് വലിയൊരു ക്രോക്കറി ഷെൽഫ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിലും കവർ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ഷെൽഫും ക്ലോസ്ഡ് ഡോറുകളും ഒക്കെ വെച്ച് കവർ ചെയ്തിരിക്കുന്നത്. അവിടെയായിട്ടാണ് നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഹാള് വരുന്നത്. ഡൈനിങ് ഹാളിന്റെ ബാക്കിലുള്ള വോൾ നോക്കുവാണെങ്കിലും നേരത്തെ കണ്ട ഒരു ബ്ലൂ കളറിൽ വരുന്ന മനോഹരമായ ഒരു വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൗണ്ട് ടേബിളോ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടേബിളോ ഒക്കെ ഇടാവുന്ന 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഈ ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെ താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് ആ ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് കിച്ചൺ കാണാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ കളറൊക്കെ സെയിം തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്ഥലമൊക്കെ കൊടുത്തിട്ട് ഒരു സിംഗിൾ കോട്ട് ഇടാവുന്ന സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ 4 വിൻഡോസ് വരുന്നുണ്ട്. നമുക്കൊരു വലിയ വാർഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ട സെയിം മെറ്റീരിയലും അതേ കളർ കോമ്പിനേഷനിലും ഒക്കെ ആയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ലൈറ്റുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റൂഫിൽ ചെയ്യുന്ന വർക്കുകളെല്ലാം ഔട്ട് ഓഫ് ഫാഷൻ ആയി തുടങ്ങി. അതുകൊണ്ട് റൂഫിൽ വർക്കുകൾ ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഗ്രേ കളറാണ് വോളിലെല്ലാം വരുന്നത്. ഫ്ലോറിൽ വന്നിട്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചണിന്റെ എൻട്രൻസ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പ് കൗണ്ടർ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേസ് നമുക്ക് കിച്ചണിൽ കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ട് ഗ്രേ കളറാണ്. കിച്ചന്റെ അറ്റ്മോസ്ഫിയർ വന്നിട്ടാണെങ്കിലും വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളും ഓപ്പൺ ചെയ്തിരിക്കുന്ന കബോർഡുകളും ഒക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിന്റെയും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ LED സ്ട്രിപ്പുകൾ ഇട്ടിരിക്കുന്നത് തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയാണ്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. കിച്ചന്റെ ആ ഒരു ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. കിച്ചണിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ഡോർ ഉണ്ട്. അത് വർക്ക് ഏരിയയുടെ ആ ഒരു പൊസിഷനിലേക്കാണ്. കിച്ചന്റെ റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. വർക്ക് ഏരിയ ചെയ്തിട്ടില്ല. നമുക്ക് ബിൽഡറുമായിട്ട് സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നിരിക്കുകയാണ്. മുകളിലത്തെ ഈ ഒരു ഫസ്റ്റ് ലാൻഡിങ്ങിൽ എത്തി കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ ഭാഗത്തായിട്ട് വലിയൊരു വിൻഡോ കൊടുത്തിരിക്കുന്നത് കാണാം. ക്ലോസ്ഡ് ആയിട്ടുള്ള വിൻഡോ ആണ്. ടഫിന്റെ ഗ്ലാസ് വെച്ചിട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വലിയൊരു വിൻഡോ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സൺലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട്. സ്റ്റെപ്പിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വരെ വന്ന് എൻഡ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല സേഫ് ആയിട്ടാണ് ഇത് ബാറുകളിട്ട് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലാണ്. വളരെ വലിയ ഒരു ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഹാളിന്റെ മുകളിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റുകൾ മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്ന ഭാഗത്ത് ഷാൻലിയർ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് വിസിബിൾ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ബീഡ്സ് തൂക്കിയിട്ടിരിക്കുന്നത് പോലുള്ള ഡിസൈൻ ആണ് ഷാൻലിയറിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ സ്റ്റെപ്പ് കയറി വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു ഹാളിലേക്ക് നോക്കി നമുക്ക് കാണാം. ഇവിടെ ആയിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അപ്പർ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണിത്. TV വെക്കാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന വോള് നല്ല ഭംഗിയായിട്ട് ഗ്രീനിഷ് കളറിലുള്ള വർക്കാണ് വോളിൽ ചെയ്തിരിക്കുന്നത്. അവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു TV വെക്കാനുള്ള ഒരു ബോക്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ ഒരു ഡോറ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ ഒരു ഡോറ്. യൂട്ടിലിറ്റി ഏരിയ നോക്കുവാണെങ്കിൽ ഫ്ലോർ വന്നിട്ട് നല്ല ഭംഗിയായ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി കവർ ചെയ്തിട്ടില്ല. അത് നമുക്ക് ബിൽഡറായിട്ട് സംസാരിച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈൻ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഷോ ബൾബ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. തൊട്ടടുത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. ഇപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11-9 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്.
വിൻഡോസ് വരുന്നത് ആ ഭാഗത്ത് 4 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും വലിയ LED ബൾബുകളാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിലെ പോലെ തന്നെ സെയിം വാർഡ്രോബ് ആണ്, അതേ കളർ കോമ്പിനേഷനിലും അതേ മോഡലിലുമാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഭാഗത്താണ്. ഗ്രേ കളർ ടൈലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ വരുന്നത് ഇവിടുത്തെ ഒരു വലിയ ഹാളിലേക്കാണ്. ആ ഭാഗത്തായിട്ടാണ് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് വലിയ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 13x10 ആണ് ഇതിന്റെ ഫീറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് 4 വിൻഡോസും ഇവിടെ ഒരു സിംഗിൾ വിൻഡോയും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് സെയിം കളറും മെറ്റീരിയലും ഒക്കെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡ്രസ്സിംഗ് ടേബിളിനായിട്ട് അവിടെ ഒരു ചെറിയ അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിറർ പിടിപ്പിക്കുന്ന വർക്കും കൂടെ മാത്രമാണ് അവിടെ പെയിന്റിംഗ് ആയിട്ടുള്ളത്. റൂഫിലാണെങ്കിലും പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല. ചെറിയ ഡിസൈനോട് കൂടിയിട്ടുള്ള കുറച്ച് വലിയ ബൾബുകളാണ്, LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷനിലാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 4ാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇതും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബാത്റൂമുകളും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ നമുക്ക് തിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. തിരിച്ച് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. ഈ ഒരു ഹാളിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ബാൽക്കണിയാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ GA പൈപ്പിൽ തന്നെയാണ്. മുകളിലും അതിന്റെ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ മുകൾ ഭാഗത്തെ റൂഫിൽ നോക്കുവാണെങ്കിൽ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു റൗണ്ട് കാണാം. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അതിലൂടെ സ്കൈ ആണ് വിസിബിൾ ആയിട്ടുള്ളത്. അത് ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. മെയിൻ റോഡിൽ നിന്നും വളരെ കുറഞ്ഞ ഡിസ്റ്റൻസ് മാത്രമാണ്, വെറും 500 മീറ്ററിൽ താഴെ മാത്രമാണ് നമുക്ക് ബസ് റൂട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. എല്ലാ നല്ല സ്കൂളുകളിലേക്കും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളും നമുക്ക് 1 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹോസ്പിറ്റലുകളാണെങ്കിലും ആലുവ സൈഡിലേക്കും കളമശ്ശേരി, എറണാകുളം, ഇടപ്പള്ളി എല്ലായിടത്തേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്ക് വെറും 18 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. കാരണം കുറച്ചുകൂടി ആലുവ ഭാഗത്തിന് അടുത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. യാതൊരു തരത്തിലും ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഏരിയയിൽ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. ചുറ്റിനും നമുക്ക് നിറയെ നൈബേഴ്സിനെ കിട്ടുന്ന ഒരു ഏരിയയിലും കൂടിയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മാത്രം സ്ക്വയർ ഫീറ്റ് ആണ് 1700. നമുക്കിനി ഇവിടെ എക്സ്ട്രാ ചെയ്യാനുള്ളത് യൂട്ടിലിറ്റി സ്പേസ് കൂടാതെ താഴെ നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനുണ്ട്. ഈ വർക്ക് ഏരിയയുടെ സ്പേസും കൂടെ വരുമ്പോൾ നമുക്ക് 1700 എന്നുള്ളത് അതിൽ കൂടുതൽ വരാനായിട്ടാണ് സാധ്യതയുള്ളത്. 4 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 സെന്റ് ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾക്ക് താഴെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ 2 വീലർ വയ്ക്കാനായിട്ട് വേറെ സ്ഥലം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു വലിയ ആഴത്തിലുള്ള കിണറാണ് നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ടുള്ള സ്രോതസ്സായിട്ടുള്ളത്. മറ്റൊരു ഓപ്ഷൻ വരുന്നത് KWയുടെ വാട്ടറും കൂടിയാണ്. മനോഹരമായ ഈ വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ് 78 ലക്ഷം രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. 78 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അത് ലോൺ വ്യവസ്ഥയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ നിങ്ങൾക്ക് മാർബിൾ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും വീട് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അതോടൊപ്പം മാർബിൾ ഹോംസ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതിൽ വരുന്ന വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള പല ബഡ്ജറ്റിലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങൾ അറിയുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.